കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നടി ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ ചില സംവിധായകരും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നായകന്മാരും ഇനി തങ്ങളുടെ സിനിമയിൽ സ്ത്രീവിരുദ്ധ സംഭാഷണങ്ങൾ ഉണ്ടാവില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വന്നുപോയ അബദ്ധങ്ങൾക്ക് മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് വിശ്വസിക്കുന്ന രഞ്ജിത്തിനെ പോലെ ഒരു സംവിധായകനും എഴുത്തുകാരനും അത്തരത്തിലൊരു നിലപാടെടുക്കാൻ കഴിയില്ല. സ്ത്രീവിരുദ്ധ സംഭാഷണങ്ങൾ ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞ താരങ്ങളെ രഞ്ജിത്ത് കളിയാക്കി. രഞ്ജിത്തിന്റെ കളിയാക്കലിൽ മനംനൊന്ത് സനൽകുമാർ ശശിധരനെയും റിമ കല്ലിങ്കലിനെയും പോലുള്ള താരങ്ങൾ ഫേസ്ബുക്കിലെത്തി. പക്ഷേ രഞ്ജിത്തിനെ വിമർശിച്ച റിമ കല്ലിങ്കലിനെ കൊല വിളിക്കുകയാണ് ചിലർ കമന്റ് ബോക്സിൽ. രഞ്ജിത്തിന്റെ നിലപാടിനോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരു ആരാധകന്റെ ചോദ്യമാണിത്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുമെങ്കിൽ കൊലപാതകങ്ങളും സ്വാധീനിക്കില്ലേ? അതും സിനിമയെ നിർത്തലാക്കുമോ എന്ന ആരാധകന്റെ ചോദ്യത്തിന് റിമ മറുപടി കൊടുത്തു. 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലെ ഫഹദിന്റെ കഥാപാത്രത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തായിരുന്നു റിമയുടെ മറുപടി. സിനിമയെ സിനിമയായി കാണാനാണ് റിമയോട് ഒരു ആരാധകൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ താങ്കൾ തന്നെ അഭിനയിച്ച നിദ്ര, 22FK, ഓഗസ്റ്റ് ക്ലബ് തുടങ്ങിയ ചിത്രങ്ങൾ എടുത്തു പരിശോധിക്കാനും പറയുന്നു. അതിന് 22FK പീഡനത്തെയും ഓഗസ്റ്റ് ക്ലബ് അവിഹിതത്തെയും ആഘോഷിക്കുന്നില്ല എന്നായിരുന്നു റിമയുടെ മറുപടി. അപ്പോൾ ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന ചിത്രത്തിൽ താങ്കൾ ചെയ്ത കഥാപാത്രമോ എന്ന ചോദ്യമുണ്ടായി. സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിവാഹിതരായ ചെറുപ്പക്കാരെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന കഥാപാത്രത്തെയാണ് റിമ അവതരിപ്പിക്കുന്നതെന്ന് ആരാധകൻ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു. 22FK എന്ന ചിത്രത്തിൽ ഒരു പുരുഷനെ നോക്കി നായികയുടെ സഹോദരി നൈസാസ് എന്ന് പറയുന്നുണ്ട്. അത് തമാശയും. അതേ ഡയലോഗ് പുരുഷൻ പറഞ്ഞാൽ സ്ത്രീവിരുദ്ധതയും എന്ന നിലപാട് ശരിയാണോ? രഞ്ജിത്ത് സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ മാതൃകയാകാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് പച്ചയായ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ഒരു സിനിമാ പ്രേമി പറയുന്നു. റിയലിസ്റ്റിക് സിനിമകളിൽ ഇതുപോലൊരു സംഭാഷണങ്ങൾ ഉണ്ടാകുമെന്നും അതൊരു യാഥാർത്ഥ്യമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. രഞ്ജിത്ത് ജഗന്നാഥനെ സൃഷ്ടിച്ചപ്പോഴാണ് ഉണ്ണിമായ എന്ന കരുത്തുള്ള സ്ത്രീ കഥാപാത്രത്തെ അയാൾക്കൊപ്പം ചേർത്തു നിർത്തിയത്. മംഗലശ്ശേരി നീലകണ്ഠനൊപ്പം ഭാനു എന്ന കരുത്തുള്ള സ്ത്രീ കഥാപാത്രവും ഉണ്ടായിരുന്നു. രഞ്ജിത്തിന്റെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചും ആലോചിക്കാനാണ് ഒരു ആരാധകന്റെ ആവശ്യം. ഇടുക്കി ഗോൾഡൻ ചിത്രത്തിൽ ആഷിക് അബു കഞ്ചാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും വിമർശിച്ചിരുന്നു. അന്ന് ആഷിക് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞപ്പോൾ റിമയും പിന്തുണച്ചു. ഇന്ന് രഞ്ജിത്തിന്റെ പുരുഷ കഥാപാത്രങ്ങളെ വിമർശിക്കുന്നതിന് മുൻപ് അന്ന് കേരളത്തിലെ ചെറുപ്പക്കാരെ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ച ആഷിക് അബു മാപ്പ് പറയണം. സിനിമയിൽ തിന്മയെ കാണിക്കാതെ എങ്ങനെ നന്മയെക്കുറിച്ച് പറയാനാകും എന്നാണ് ഒരു സിനിമാ പ്രേമിയുടെ ചോദ്യം. സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു ഡയലോഗ് പോലും താൻ പറയില്ല എന്നൊരു നടൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നടന് നിലനിൽപ്പുണ്ടാകുമോ? മദ്യപാനവും കഞ്ചാവും സിനിമയിൽ നായകന് ലഭിക്കുന്ന വില്ലൻ പരിവേഷവും ഒഴിവാക്കിയാൽ പീഡനങ്ങൾ കുറഞ്ഞേക്കാം. പക്ഷേ സിനിമ കാണാൻ ആളുണ്ടാവില്ല എന്നതാണ് സത്യം. സിനിമ കണ്ടാൽ തിന്മ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ. എന്തുകൊണ്ട് നല്ല സിനിമ കണ്ടിട്ട് ആരും നന്മമരമാകുന്നില്ല? അതിലും എത്രയോ ഭീകരമായി നോവലുകളിലും സീരിയലുകളിലും സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു. അതൊക്കെ നിരോധിക്കുമോ? കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ABC മലയാളം.